Hi students, good morning all. And how are you doing? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കാര്യങ്ങളൊക്കെ ഭംഗിയിൽ പഠിക്കുന്നില്ലേ? നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. Okay? What we have discussed in the last class, we have discussed in detail about our immune system that is present in our body. അല്ലേ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചിരുന്നു. And I hope there is no doubt to you. Okay, so now we can move to the topic for today, that is AIDS. ഒരു ഡിസീസ് ആണ് that is related to immune system. ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള എയ്ഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. നിങ്ങളൊക്കെ കേട്ടു കാണുമല്ലോ അല്ലേ? ഹാവൻ യു ഹെഡ് അബൌട്ട് ദാറ്റ് ഡിസീസ് അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസൺസും അതുപോലെ അതിൻ്റെ സിംറ്റംസ് അതുപോലെ എന്താണ് ഏതൊക്കെ രീതിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So are you ready? Are you ready to study? Okay, so we can study about AIDS, acquired immune deficiency syndrome or acquired immunodeficiency syndrome. Okay, so we can start with AIDS. അല്ലേ? എയ്ഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ വേർഡ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? എയ്ഡ്സ്, AIDS, acquired immunodeficiency syndrome. That is the full form of that abbreviation. അല്ലേ? Acquired immunodeficiency syndrome. അപ്പോൾ ഇമ്മ്യൂണോഡെഫിഷ്യൻസി, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിഷ്യൻ്റ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്? ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അതായത് വീക്കാണ് അല്ലേ? പ്രോപ്പർ വർക്കിംഗ് അല്ല. ഇനി അതെങ്ങനെയാണ്? അക്വയേർഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അക്വയേർഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ടൈമിൻ്റെ ഇടയിൽ എന്താണ് അക്വയർ ചെയ്യുന്നതാണ് അത്തരത്തിലുള്ളൊരു ഡെഫിഷ്യൻസി. ആൻഡ് ഇറ്റ്സ് നോട്ട് എ കൺജനൈറ്റൽ ഡിസീസ്. അത് ബൈ ബേർത്ത് ഉണ്ടാവുന്നതല്ല. അതായത് ചില ഡിസീസൊക്കെ കൺജനൈറ്റൽ ആണ് അല്ലേ? നമുക്ക് എന്താണ് ജന്മന ഉണ്ടാവുന്ന കുറേ ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസൊക്കെ കേട്ടിട്ടില്ലേ? ജന്മന ചിലർക്കൊക്കെ എന്താണ് ഹൃദയത്തിനൊക്കെ പല തകരാറുകളും ഉണ്ടായിരിക്കും, വാൽവിന് കംപ്ലൈൻറ്റ് അങ്ങനെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൺജനൈറ്റൽ ഡിസീസ് അല്ല. അതായത് ബേർത്തിൻ്റെ സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഒരു ഇൻഡിവിജ്വൽ അവരുടെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഇനി എന്താണ് ആ ഡിസീസ്? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ദാറ്റ് ഈസ് എന്താണ് ഡെഫിഷ്യൻറ്റ്? ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിഷ്യൻ്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് സിൻഡ്രം? സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താ? സിൻഡ്രം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്. ഒരുപാട് സിംറ്റംസിൻ്റെ ഒരു ഗ്രൂപ്പിന് വേണമെങ്കിൽ നമുക്ക് സിൻഡ്രോം എന്ന് പറയാം. സോ എന്താണ് ആ വേർഡ് കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ? ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഡെഫിഷ്യൻ്റ് ആവുന്നത്. ഇനി ബേർത്ത് കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണോ? അല്ല, അക്വയേർഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഹാപ്പൻസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വൽ അല്ലേ? അക്വയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിൻഡ്രം, ഒരുപാട് സിംറ്റംസ് ഉണ്ടായിരിക്കും എന്നുള്ളതും ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു വേർഡ് മനസ്സിലായാൽ തന്നെ എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ആൻഡ് വെൻ ദിസ് ഡിസീസ് ഈസ് റിപ്പോർട്ടഡ്, എന്ന് തൊട്ടാണ് ഈ ഡിസീസിനെ കുറിച്ച് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? 1981 ഇൻ ദ ഇയർ ഓഫ് 1981 ദ ഫസ്റ്റ് കേസ് ഓഫ് എയ്ഡ്സ് വാസ് റിപ്പോർട്ടഡ്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് ദ ഹാസ് ബീൻ റിപ്പോർട്ടഡ്. എത്ര ഡെത്താണെന്നറിയോ? ഏകദേശം 25 മില്യൺ പീപ്പിൾസ് വർ കിൽഡ് ബൈ ദിസ് ഡിസീസ്. ഈ ഒരു എയ്ഡ്സ് എന്നുള്ള ഡിസീസ് കൊണ്ട് ഏകദേശം 25 മില്യൺ ആളുകൾ എന്താണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡെഡ്ലി ഡിസീസ് തന്നെയാണ് അല്ലേ? കുറച്ച് ത്രെട്ടുള്ള ഡിസീസാണ്, കുറച്ച് സീരിയസ് ഡിസീസാണ് എന്ന് മനസ്സിലായി കാണും. സോ ഇറ്റ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ 1981, നോട്ട് ദ ഇയർ. ഓക്കെ, you can say that this deadly disease was spread from Africa അല്ലെ? ആഫ്രിക്ക കൺട്രിയിൽ അല്ലെ? ആഫ്രിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ആഫ്രിക്കയിൽ നിന്നും വേറെ എന്താണ് പല ഭാഗങ്ങളിലോട്ടും പല കൺട്രീസിലോട്ടും അത് സ്പ്രെഡ് ചെയ്തിട്ട് now it's a very deadly disease which kills more than 25 millions. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സോ വാട്ട്സ് ദ കോസറ്റീവ് ഏജന്റ് ഫോർ ദിസ് ഡിസീസ്? എയ്ഡ്സ് കോസ് ചെയ്യുന്നത് എന്താണ്? ഏത് ഏജന്റാണ്? ഹാവൻ യു ഹെഡ് അബൌട്ട് HIV വൈറസ്? കേട്ടിട്ടില്ലേ? HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. Human immunodeficiency virus or HIV virus is responsible for the disease of AIDS and it belongs to a retrovirus അല്ലേ? retrovirus ഫാമിലിയിലുള്ളൊരു മെമ്പറാണ് റിട്രോവൈറസ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു പ്രോട്ടീൻ കോട്ടിനകത്ത് RNAയുടെ ജീനോം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു RNA ജീനോം പ്ലസ് എ പ്രോട്ടീൻ കോട്ട് ആക്ച്വലി
meant for retrovirus, and this HIV virus is one of the member of this retrovirus. Okay, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. So the HIV virus or human immunodeficiency virus, അതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു എൻവലപ്പ് ഉണ്ട്, അതുപോലെ അകത്ത് 2 സ്ട്രാൻഡ്സ് ഓഫ് RNA അല്ലേ, ദർ ഇസ് 2 സ്ട്രാൻഡ്സ് ഓഫ് RNA. അപ്പോൾ അവിടുത്തെ ജീനോം എന്ന് പറയുന്നത് RNA ആണ്. അതിനെ കവർ ചെയ്തിട്ട് എൻവലപ്പും കുറച്ച് സ്ട്രക്ചറൽ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിട്രോ വൈറസ് ഒരു സെല്ലിനെ, ഒരു നോർമൽ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ RNA ജീനോമാണ് ആ സെല്ലിനകത്തോട്ട് വരിക അല്ലേ. അപ്പോൾ RNA ആണ്. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ വൈറൽ DNA പ്രൊഡ്യൂസ് ചെയ്യും. RNA ഈസ് കൺവേർട്ടഡ് ഇൻ ടു DNA അല്ലേ. നമ്മൾ പറഞ്ഞു DNA RNA ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വഴി നമുക്ക് എന്താണ് RNAയിൽ നിന്നും വൈറൽ DNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള DNA നമ്മുടെ ഹോസ്റ്റിൻ്റെ ജീനോമുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. അവിടെ എന്താണ് പുതിയ വൈറൽ RNA ഫോം ചെയ്യും. ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ. അതിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് പുതിയ അല്ലേ വൈറൽ RNA ഫോം ചെയ്യും. അങ്ങനെ പുതിയ വൈറസ്, ഒരു കോട്ടും ഉണ്ടായിരിക്കും, അകത്ത് ഒരു ജീനോം ഉണ്ടായിരിക്കും. അതിനാണല്ലോ പുതിയ വൈറസ് അല്ലേ, പുതിയ റിട്രോ വൈറസ് ഫോം ചെയ്യും. അങ്ങനെ പുതിയ വൈറസ് ബാക്കിയുള്ള സെൽസിനെ എല്ലാം, അത് മുൻപ് ഇൻഫെക്റ്റ് ചെയ്യാത്ത സെൽസിനെ എല്ലാം നമ്മുടെ റിട്രോ വൈറസ് ഇൻഫെക്റ്റഡ് ആക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? റെപ്ലിക്കേഷൻ ആണ് അല്ലേ. റെപ്ലിക്കേഷൻ ഓഫ് റിട്രോ വൈറസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വഴിയാണ് നമുക്ക് RNAയിൽ നിന്നും വൈറൽ DNA ഉണ്ടാവുന്നത്. അത് ഹോസ്റ്റുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ വൈറസ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഇൻഫെക്ഷൻ നടത്തും. സോ ദിറ്റ്സ് അബൌട്ട് ദ റെപ്ലിക്കേഷൻ ഓഫ് ദിസ് റിട്രോവൈറസ്. ഇത് ക്ലിയർ ആയോ? Okay, now we can discuss about the transmission of this infection. HIV അല്ലേ, AIDS എന്നുള്ള ഒരു ഡിസീസ് എങ്ങനെയാണ് ഓരോ ആളുകളിലേക്കും എത്തുന്നത്, അതിനുള്ള റീസൺസ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഈസ് എങ്ങനെയാണ്? ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ സെക്ഷൽ കോണ്ടാക്ട്സ് നടത്തുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺ ടു ഗെറ്റ് എയ്ഡ്സ് എന്നുള്ള ഡിസീസ് അല്ലെങ്കിൽ HIV ഇൻഫെക്ഷൻ, HIV പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയാണ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അത് ക്ലിയർ ആയോ? സെക്കൻഡ് ഇസ് രണ്ടാമത്തെ കാരണം എന്താണ്? നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് കണ്ടാമിനേറ്റഡ് ബ്ലഡ്, HIV വൈറസ് അടങ്ങിയിട്ടുള്ള കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബ്ലഡ് പ്രൊഡക്ട്സിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ വഴി ഇപ്പോൾ ഒരാളിൽ നിന്നും എന്താണ് വേറൊരാളിലേക്ക് ബ്ലഡ് കയറ്റുകയാണ്. അപ്പോൾ ആ ആളിൽ HIV ഇൻഫെക്റ്റഡ് ബ്ലഡ് ആണ് ഉള്ളെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ദിസ് ഡിസീസ്. അപ്പോൾ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ഓർ ബ്ലഡ് പ്രൊഡക്ട്സ് ഇസ് another റീസൺ ഫോർ ഗെറ്റിംഗ് HIV. And the third chance is from infected needles, as in the case of intravenous drug abuses. ഇപ്പോൾ ചിലവരൊക്കെ ഡ്രഗ്സ് എടുക്കാറുണ്ട്. ഇൻട്രാവീനസ് ഡ്രഗ്സ് അല്ലേ, നേരിട്ട് നമ്മുടെ വെയിൻസിലോട്ട് ഡ്രഗ്സ് അടിക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് നീഡിൽസ് ആണ് അത്തരത്തിലുള്ള ഇൻട്രാവീനസ് ഇഞ്ചക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിലും ദർ ഈസ് എ ചാൻസ് ടു ഗെറ്റ് ദിസ് ഡിസീസ്. ഇപ്പോൾ ഒരാൾക്ക് എന്താണ് അയാൾ യൂസ് ചെയ്തിട്ടുള്ള നീഡിൽ, അയാൾ എന്താണ് ഒരു HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്, അപ്പോൾ അയാൾ യൂസ് ചെയ്ത സെയിം നീഡിൽ, സ്റ്റെറിലൈസ് ഒന്നും ചെയ്യാതെ സെയിം നീഡിൽ നമ്മളും നമ്മളുടെ വെയിൻസിലോട്ട് ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് എ ചാൻസ് ടു ഗെറ്റ് HIV ഇൻഫെക്ഷൻ. HIV ഇൻഫെക്ഷന് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ഇസ് എങ്ങനെയാണ്? ഒരു ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും എന്താണ് പ്ലാസൻറ്റയിലൂടെ ചൈൽഡിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്റ്റഡ് മദർ ടു ഹർ ചൈൽഡ് ത്രൂ പ്ലാസൻറ്റ അല്ലേ. നമുക്കറിയാം ക്യാരിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്ലാസൻറ്റയിലൂടെയാണ് നമ്മളെ മദറിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മദർ HIV ഇൻഫെക്റ്റഡ് ആണെങ്കിൽ പ്ലാസൻറ്റയിലൂടെ നമ്മുടെ ആ ക്യാരിങ് ആയിട്ടുള്ള ബേബിക്കും അല്ലെങ്കിൽ ആ ചൈൽഡിനും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദിസ് HIV ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ 4 റീസൺസ് ആണ് അല്ലേ, 4 കാര്യങ്ങളിലൂടെയാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് ഇസ് സെക്ഷൽ കോണ്ടാക്ട്. കാരണം നമുക്കറിയാം സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ ഒക്കെ സമയത്ത് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ അല്ലേ എക്സ്ചേഞ്ച് നടക്കും. സോ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് HIV ഇൻഫെക്ഷൻ. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും അതുപോലെ തന്നെ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ അല്ലെ, ഇൻട്രാവീനസ് ഡ്രഗ് അഡിക്ഷൻ്റെ
എന്താണ് അത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് നീഡിൽസ് വെച്ചിട്ട് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ നടത്തിയാലും, അതേപോലെ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, പിന്നെ പറഞ്ഞത് മദറിൽ നിന്നും ഫിറ്റസിലോട്ട് ത്രൂ പ്ലാസൻറ്റ. അത്രയും കാര്യങ്ങളാണ് ട്രാൻസ്മിഷനിൽ ഓർക്കേണ്ടത്. ക്ലിയർ ആയോ? സോ വി ക്യാൻ സേ ദാറ്റ് ദ പീപ്പിൾ ഹു ആർ ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ദിസ് ഇൻഫെക്ഷൻ, അല്ലേ, ഈ ഒരു HIV ഇൻഫെക്ഷൻ വരാൻ ഹൈ റിസ്ക് ഉള്ള ആളുകളിൽ പെട്ടതാണ് ഫസ്റ്റസ് ഇൻഡിവിജ്വൽ ഹു ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, അല്ലേ, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പാർട്ട്ണറൊക്കെ എന്താണ് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഹൈ റിസ്ക് ആണ്. പിന്നെ വരുന്നതാണ് ഡ്രഗ് അഡിക്ട്സ് ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവീനസ്ലി. കാരണം അല്ലേ, ഇത്തരത്തിലുള്ള സമയത്ത് ഇൻട്രാവീനസ് ഡ്രഗ് അഡിക്ഷനൊക്കെ ഉള്ള ഒരു ഹാബിറ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് ചിൽഡ്രൻ, അല്ലേ, ബോൺ ടു ആൻ HIV ഇൻഫെക്റ്റഡ് മദർ, അതും ഒരു ചാൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ളതും എന്താണ് വലിയൊരു റിസ്ക് ഫാക്ടറാണ്, ട്രാൻസ്മിഷൻ ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. അതുപോലെ ലാസ്റ്റ് ഉള്ളതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അല്ലേ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ വരുന്ന സമയത്തും, കാരണം ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സിൽ നിന്നും HIV ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ള ആളുകൾക്കും ഹൈ റിസ്ക് ആണ് HIV ഇൻഫെക്റ്റ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ ഹൈ റിസ്ക് ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒക്കെ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ നടത്തുന്നതും, അതുപോലെ ഇൻട്രാവീനസ് ഡ്രഗ് അഡിക്ഷൻ ഹാബിറ്റ് ഉള്ളവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ട ആളുകൾക്കും ഒക്കെ എന്താണ് ഹൈ റിസ്ക് ഫോർ ഗെറ്റിംഗ് ദിസ് ഡിസീസ് എന്നുള്ളത് മനസ്സിലാക്കുക. We have understood how this disease is transmitted from one person to another, അല്ലേ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്തുകൂടെ ശ്രദ്ധിക്കണം, ചില സൊസൈറ്റിയിലൊക്കെ പൊതുവേ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ HIV ഇൻഫെക്റ്റഡ് പേഴ്സൺസിനെ പൊതുവേ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണുള്ളത്, അല്ലേ. അവർ എയ്ഡ്സ് രോഗിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് സൊസൈറ്റിയിൽ നിന്നും അവരെ ഡീപാർ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും എന്താണ് ഒരു മിയർ ടച്ചിങ്ങിലൂടെയോ ഒരു ജസ്റ്റ് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ ഒരിക്കലും HIV ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഒരിക്കലും ഒരാൾ, അല്ലേ, ഒരു എയ്ഡ്സ് ഇൻഫെക്റ്റഡ് പേഴ്സൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താലോ ജസ്റ്റ് ഉള്ളൊരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ വരുന്നില്ല. നമ്മൾ സെക്ഷൽ കോണ്ടാക്ട് എന്നൊക്കെ പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ എക്സ്ചേഞ്ചിലൂടെയൊക്കെ മാത്രമാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഐസൊലേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ദ സൈക്കോളജിക്കൽ, അല്ലേ, സൈക്കോളജിക്കലി അവരെന്താണ് വെൽബീങ് അല്ലാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു HIV ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അയാളിൽ HIVയുടെ അല്ലെങ്കിൽ എയ്ഡ്സിന്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യാനും ദർ ഇസ് എ ടൈം ലാഗ് ബിറ്റ്വീൻ ദിസ് ടു. സാധാരണ ആളുകളിൽ ഇൻഫെക്റ്റ് ചെയ്ത പാട് അതിൻ്റെ എല്ലാ സിംറ്റംസും കാണിക്കില്ല, ഒരു എന്താണ് സമയം എടുക്കാറുണ്ട് സിംറ്റംസ് കാണിക്കാൻ. അത് സാധാരണ ചിലർക്ക് എന്താണ് ചില മന്ത്സ് ആയിക്കുള്ളൂ, ഫ്യൂ മന്ത്സ് ആവും, ചിലവരുടെ കേസിൽ ഇയേഴ്സ് ആവും. അപ്പോൾ ഫ്യൂ മന്ത്സ് ടു ഇയേഴ്സ് വരെ ചിലപ്പോൾ എന്താണ് ഒരു ടൈം ലാഗ് ഉണ്ടാവാറുണ്ട് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ. അതും ഒരു റിസ്ക് ഫാക്ടറാണ്, അല്ലേ. നമുക്കൊരു 4-5 വർഷം അങ്ങനെയൊക്കെയാണ് പറയുന്നത്, 4-5 വർഷം ചിലപ്പോൾ ഇൻഫെക്റ്റ് ചെയ്താലും നമ്മൾ അതിനുള്ള സിംറ്റംസ് ഒന്നും ചിലപ്പോൾ അപ്പിയർ ചെയ്യില്ല നമ്മളിൽ. ഓക്കെ, അതും ഒരു എയ്ഡ്സ് എന്നുള്ള ഡെഡ്ലി ഡിസീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഓക്കെ, നൗ വി ക്യാൻ ലുക്ക് ഹൗ ദിസ് HIV ഗെറ്റ് ഇൻഫെക്ട്സ് അവർ ബോഡി, അല്ലെ, എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ഈ ഒരു വൈറസ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു റിട്രോ വൈറസ് പറഞ്ഞപ്പോൾ. ആ ഒരു റിട്രോ വൈറസ് നമ്മുടെ ബോഡിക്ക് അകത്തെത്തിയാൽ ആ വൈറസ് എന്താണ് ഇറ്റ് എൻറ്റേഴ്സ് ടു ദ മാക്രോഫേജസ്. അവിടെ വെച്ചിട്ട് ഈ വൈറസിൻ്റെ RNA ജീനോം റെപ്ലിക്കേറ്റ്സ് ടു ഫോം വൈറൽ DNA, അല്ലേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം. ഏതാ പറഞ്ഞത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വഴി എന്താണ് നമുക്ക് വൈറൽ RNA ജീനോമിൽ നിന്നും വൈറൽ DNA ഫോം ചെയ്യും എന്നുള്ളത് പറഞ്ഞു. ദെൻ വാട്ട് ഹാപ്പൻസ്? എന്നിട്ട് ഈ വൈറൽ DNA ഹോസ്റ്റിലെ അത് ഏതിനെയാണോ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ആ ഹോസ്റ്റിലുള്ള ജീനോവുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഹോസ്റ്റ് സെൽ DNAയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? പുതിയ പുതിയ വൈറസ് പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു, അല്ലേ. സോ ദസ് മാക്രോഫേജസ് കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് വൈറസ് ഇൻ ദിസ് വേ ആക്ട്സ് ലൈക്ക് എ HIV ഫാക്ടറി. അപ്പോൾ ആ മാക്രോഫേജ് ഒരു HIV ഫാക്ടറി, HIV വൈറസിനെ റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു HIV ഫാക്ടറി പോലെ വർക്ക് ചെയ്യും. സൈമൾട്ടേനിയസ്ലി ദിസ് HIV എൻറ്റേഴ്സ് ഇൻ ടു ഹെൽപ്പർ T ലിംഫോസൈറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു
ഹെൽപ്പർ ടി ലിംഫസൈറ്റ്സിനെ കുറിച്ചൊക്കെ അല്ല ഇമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എൻ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് റെപ്ലിക്കേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് പ്രൊജനി വൈറസ്. ഇവിടെയൊക്കെ ഇതേപോലെ പുതിയ പ്രൊജനി വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ പ്രൊജനി വൈറസ് റിലീസ്ഡ് ഇൻ ദ ബ്ലഡ് അറ്റാക്ക് അതർ ഹെൽപ്പർ ടി ലിംഫസൈറ്റ്. അപ്പം അത്തരത്തിലുള്ള വൈറസ് നമ്മുടെ ബ്ലഡിനകത്തുള്ള ബാക്കിയുള്ള ഹെൽപ്പർ ടി ലിംഫസൈറ്റ്സിനൊക്കെ, നമുക്കറിയാം ഹെൽപ്പർ ടി ലിംഫസൈറ്റ്സ് പ്ലേ എ വെരി ഗ്രേറ്റർ റോൾ ഇൻ ദ ഇമ്മ്യൂണിറ്റി അല്ലേ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇമ്മ്യൂണിറ്റിയിൽ ഗ്രേറ്റർ റോള് വഹിക്കുന്ന സെൽസാണ് ഹെൽപ്പർ ടി ലിംഫസൈറ്റ്സ് ഒക്കെ. അപ്പോൾ അതിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ദിസ് is repeated leading to a progressive decrease in the number of helper T lymphocytes in the body of the infected person. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൂടി അതിൻ്റെ എണ്ണവും ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ആളുകളിലുള്ള ടി ലിംഫസൈറ്റ്സിൻ്റെ എണ്ണം വളരെ കുറയും, വളരെയധികം കുറവ് വരും അതിൻ്റെ എണ്ണത്തിൽ. വാട്ട് ഓൾ ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദിസ്? ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരുപാട് ഫീവർ, അതുപോലെ ഡയറിയ, വെയിറ്റ് ലോസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കാറുണ്ട്. ആൻഡ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹെൽപ്പർ ടി ലിംഫസൈറ്റ് ദ പേഴ്സൺ starts suffering from infection that could have been otherwise overcome, such as those due to bacteria, especially mycobacterium, viruses, fungi and even parasites like toxoplasma. T lymphocytes-ന്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നത് കൊണ്ട് തന്നെ വേറെയുള്ള കോസറ്റീവ് ഏജൻസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളൊന്നും തരണം ചെയ്യാൻ, അതിനൊന്നും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ അസുഖങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്ടീരിയം കോസ് ചെയ്യുന്ന ഡിസീസ്, അതുപോലെ വൈറസ്, ഫംഗസ്, ഈവൻ പാരസൈറ്റ്സ് പോലെയുള്ളത് അത് ഉണ്ടാക്കുന്ന രോഗങ്ങൾ പോലും പെട്ടെന്ന് നമ്മൾ അതിന് അഡിക്റ്റഡ് ആവുകയും അതൊക്കെ നമ്മളുടെ ബോഡീനെ വളരെ മോശം രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബിക്കോസ് നമുക്കറിയാലേ നമ്മുടെ ടി ലിംഫസൈറ്റ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതൊന്നും പ്രോപ്പറായിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സോ our body are prone to a variety of disease. ഇതേപോലെയുള്ള ഒരുപാട് ഏജൻസ്, പാത്തജൻസ് കോസ് ചെയ്യുന്ന ഡിസീസിനൊക്കെ നമ്മൾ പ്രോൺ ആയിരിക്കും. ദാറ്റ്സ് വൈ വി ആർ സേയിങ് അല്ലേ, സിൻഡ്രോം എന്ന് പറയുന്നത് എയ്ഡ്സിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് അല്ലേ, ഒരുപാട് സിംറ്റംസ്. കാരണം ഇത്തരത്തിൽ നമ്മുടെ ബോഡീനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് സിംറ്റംസും ബുദ്ധിമുട്ടുകളും ഡിസീസസും ഒക്കെ എയ്ഡ്സ് മൂലം ഉണ്ടാവുന്നതാണ്. യു ക്യാൻ സീ ദാറ്റ് വിത്തിൻ എ ഫ്യൂ വീക്സ് ഓഫ് HIV ഇൻഫെക്ഷൻ, HIV ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആഴ്ചകളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് സച്ച് ആസ് ഫീവർ ഉണ്ടായിരിക്കും, സോർ ത്രോട്ട് ആൻഡ് ഫറ്റീഗ് can occur, and also then the disease is usually asymptomatic until it progresses to AIDS. അത് AIDS ആയി മാറുന്നത് വരെ ചിലപ്പോൾ അസിംറ്റമാറ്റിക് ആയിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലേ 5 to 10 ഇയേഴ്സ് വരെയൊക്കെ ചിലപ്പം സിംറ്റംസ് ഒക്കെ കാണിക്കാണ്ട് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ AIDS സിംറ്റംസിൽ വെയിറ്റ് ലോസ്, അതുപോലെ ഫീവർ, നൈറ്റ് സ്വെറ്റ്, ഫറ്റീഗ് ഒക്കെ പറയും. അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസിൽ പെയിൻ ഇൻ ദ അബ്ഡോമൻ, അതേപോലെ സ്വലോയിങ്ങിൻ്റെ സമയത്തുള്ള ബുദ്ധിമുട്ട്, വളരെ കഫ്, ഡ്രൈ ആയിട്ടുള്ള കഫ്, ഫറ്റീഗ്, ഫീവർ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നൈറ്റ് സ്വെറ്റ്, സ്വെറ്റിംഗ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനലിൽ എന്തൊക്കെയാണ്, ഡയറിയ, പേഴ്സിസ്റ്റൻറ്റ് ഡയറിയ വരാന്, നോസിയ, വൊമിറ്റിംഗ്, വാട്ടറി ഡയറിയ, ത്രോട്ടിന് സ്വലോയിങ്ങിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. അതുപോലെ മൗത്തിൽ അൾസേഴ്സ്, വൈറ്റ് ടങ്, അതുപോലെ തന്നെ ഹെഡേക്ക്, മൗത്ത് ത്രഷ്, ന്യൂമോണിയ, റെഡ് പ്ലോച്ചസ്, സ്കിൻ റാഷ്, സ്വലൻ ലിംഫ് നോഡ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സിംറ്റംസ് ആണ് ഒരു HIV ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കാണിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു നെയിമിൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഡിസീസസ് അല്ലേ, ഒരുപാട് ഇൻഫെക്ഷൻസ് വരികയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡി തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാത്തജൻസ് ഒക്കെ എൻറ്റർ ചെയ്താൽ വളരെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനും അതിനെതിരെയുള്ള റെസ്പോൺസ് കാണിക്കാനുള്ള സിസ്റ്റംസും സെൽസും പ്രോട്ടീൻസ്, മോളിക്യൂളായിട്ടുള്ള ആൻറ്റിബോഡീസൊക്കെ ഓൾറെഡി സെറ്റാണ് നമ്മുടെ ബോഡിയിൽ അല്ലേ. പക്ഷെ അത്തരത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ടി ലിംഫസൈറ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത് HIV വൈറസ്. അതിൻ്റെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ്. സോ ഒരുപാട് ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയാണ്. സോ നമ്മൾ ഈ എയ്ഡ്സിന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ELISA, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. Enzyme linked immunosorbent assay or ELISA is the widely used diagnostic test for this AIDS. അതുപോലെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം
ഒരു വൈറസ് റിട്രോ വൈറസ് ആണ് നമ്മളത് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആൻറ്റി റിട്രോ വൈറൽ ഡ്രഗ്സ് ആണ് നമ്മൾ അതിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നത്. ബട്ട് അതെന്താണ്, അതിൻ്റെ എന്താണ് അത്രയും ഇഫക്റ്റീവ് അല്ല. പാർഷ്യലി മാത്രമാണ് നമുക്കതിനെ പാർഷ്യലി ഇഫക്റ്റീവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അത്തരത്തിലുള്ള ഡ്രഗ്സ് എടുക്കുന്നതിലൂടെ ഇൻഫെക്റ്റഡ് പേഴ്സൺസിൻ്റെ ലൈഫ് കുറച്ച് പ്രൊലോങ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ വി കനോട്ട് പ്രിവെൻറ്റ് ദ ഡെത്ത് ഓഫ് ദറ്റ് പേഴ്സൺ. ഓക്കെ, ഡെത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനൊന്നുമുള്ള കഴിവില്ല. പക്ഷെ നമുക്ക് കുറച്ചു കാലം കൂടെ അവരുടെ ആയുസ് ആ ഒരു ഡ്രഗ്സിലൂടെ കൂട്ടിക്കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ നിലവിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. What we can suggest for the prevention of this disease, നമ്മൾ ഈ കാര്യം എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, എന്താണ് അല്ലേ നടക്കുന്നതൊക്കെ മനസ്സിലാക്കി. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലേ. നമുക്കറിയാം എന്താണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം എന്താണ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, 100% ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്തു. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വൺ ഓഫ് ദ വേ. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഒരു കോൺഷ്യസ് ബിഹേവിയറിലൂടെയാണ് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ 4 കേസും എന്താണ് അധികവും നമ്മളെ അറിവോടുകൂടി ചെയ്യുന്ന അല്ലേ, അറിവോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ടൈഫോയിഡോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ, എയർബോൺ ഡിസീസ് പോലെ നമ്മൾ അറിയാണ്ട് എന്താണ് നമ്മുടെ ബോഡി അത് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോഴെന്താണ് നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ബോധവാന്മാരാവണം. ഇപ്പം നമ്മുടെ ബേബീസിൻ്റെ അല്ല ഇൻഫാൻസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഫീറ്റസ് അല്ലേ, ഇൻഫെക്റ്റഡ് മദറിലൂടെ ഫീറ്റസിന് കിട്ടുമെന്ന് പറയുന്നതൊക്കെ എന്താണ് നന്നായിട്ട് മോണിറ്റർ ചെയ്താൽ അല്ലേ, മോണിറ്റർ ചെയ്താൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്നായിട്ട് മോണിറ്ററിങ് നടത്തിയാൽ വി ക്യാൻ പ്രിവെൻറ്റ്. അപ്പം എന്താണ് നമുക്കൊരു സ്ലോഗൻ പറയാനുള്ള ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് പോയിക്കാണ്ട് എന്താണ് നമ്മളൊരു മരണത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സോ ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ് എന്നുള്ളതാണ് നമുക്കൊരു സ്ലോഗനായിട്ട് പറയാനുള്ളത് ഇൻ ദ കേസ് ഓഫ് എയ്ഡ്സ്. So as a part of preventing AIDS, our government are doing many measures. ഇപ്പോൾ ഒരു ബോർഡ് തന്നെ ഉണ്ട്, NACO, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മളെ കൺട്രിയിലുണ്ട്. അതുപോലെ തന്നെ ധാരാളം നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട് ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് എയ്ഡ്സ്. എയ്ഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും അവയർനെസ് കൊടുക്കാനും ധാരാളം മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് യൂസ് ഓഫ് കോണ്ടംസ്, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എയ്ഡ്സ് അല്ലേ. കോണ്ടംസ് യൂസ് ചെയ്യുന്നത് എന്താണ് എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ വേ ആണ്. കാരണം നമ്മൾ പറഞ്ഞു അല്ലേ, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടംസ് യൂസ് ചെയ്യുക. അവോയ്ഡ് ഇൻ്റർകോഴ്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള ഇൻ്റർകോഴ്സൊക്കെ പരമാവധി യൂസ് ചെയ്തിട്ട് ഒരു സേഫ് സെക്സിനെയാണ് എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ പ്രിവെൻറ്റ് ദിസ് ഡിസീസ്. പിന്നെന്താണ് അവോയ്ഡ് യൂസ് ഓഫ് യൂസ്ഡ് നീഡിൽസ് ആൻഡ് ഡ്രഗ്സ്. യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി ഡിസ്പോസിബിൾ ആയിട്ടുള്ള തന്നെ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ക്ലിനിക് ആയാലും എവിടെയായാലും ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു വട്ടം വൺ ടൈം യൂസിന് ഉള്ള നീഡിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതർവൈസ് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പരിധി വരെ എയ്ഡ്സിന് എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമ്മൾ ബ്ലഡ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്നും HIV ഫ്രീ ആയിട്ടുള്ള ബ്ലഡ് തന്നെയാണ് എന്നുള്ളതും എൻഷുർ ചെയ്യണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും HIV ഇൻഫെക്റ്റ് ചെയ്യും എന്നറിയുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലും നമ്മൾ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടത്തിയിട്ട് ഇൻഷുറൻസ് നടത്തണം. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലേ, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ഈ HIV ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ ഇൻടേക്കും ഒരു വലിയ റോളാണ്. അതുപോലെ അവോയ്ഡ് ബ്രസ്റ്റ് ഫീഡിങ് ബൈ മദേഴ്സ് ഹു ആർ ഇൻഫെക്റ്റഡ് മദേഴ്സിൽ നിന്നുള്ള ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നോക്കിയാൽ വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എയ്ഡ്സ് ഓർ വി ക്യാൻ പ്രിവെൻറ്റ് ദ റിസ്ക് ഓഫ് എയ്ഡ്സ്. നമുക്ക് എന്താ പറയേണ്ടത്, ഇപ്പോൾ ഒരു HIV ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു മറച്ചു വെക്കേണ്ട, ഹിഡൻ ആക്കിയിട്ട് വെക്കേണ്ട കാര്യമല്ല. കാരണം അല്ലേ അങ്ങനെയാകുമ്പോൾ ഇപ്പം നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ആ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ എന്താണ് വേറെയുള്ള ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ് എന്ന് റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റീസണിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക അല്ലേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ പോവുകയാണെങ്കിൽ there is a chance to get other people to get infected with this virus അല്ലേ. HIV ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലോട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് കൺട്രോളബിൾ ആവുന്ന ലെവലിലാവില്ല.
സോ ഒരിക്കലും അത് ഹിഡൻ ആക്കി വെക്കുക എന്നുള്ളതല്ല. അതുപോലെ സൊസൈറ്റിയിൽ എങ്ങനെയാണ്, അതൊരിക്കലും ഒരു ആളുകളെ എന്താണ് ഐസൊലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് നമുക്ക് അതിനുള്ള ഹെൽപ്പ് ആൻഡ് സിമ്പതിയാണ് വേണ്ടത്. ഓക്കെ, കളിയാക്കലും എന്താണ് ഐസൊലേഷനും മാത്രമല്ല സൊസൈറ്റിയിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എയ്ഡ്സ് എന്നുള്ള ഡെഡ്ലി ഡിസീസുമായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വിഷയത്തിനെ കാണാനും അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? സോ വി ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ടോപ്പിക്, എയ്ഡ്സ് അല്ലേ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നുള്ള ഒരു ടോപ്പിക് അല്ലേ, ഡിസീസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം, കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് ഇനി അടുത്ത ഒരു ഡിസീസും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.